Good morning. Today's topic reasons for the success of consumer cooperatives in England. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ സോഷ്യോ ഇക്കോണമിക് കണ്ടീഷൻസിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിച്ചത്. അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. കുറേ കാര്യങ്ങൾ റോബിൻ റെയ്ഫിൻസൺ, ഷൂൾസ്, ഡെലിഷ് അവരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു. കുറേ കാര്യങ്ങളൊക്കെ ഫെയിലിയർ ആയി. അറ്റ് ദ സെയിം ടൈം ഫെയിലിയർ ആയാലും അവയ്ക്കൊക്കെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഈ ലോകത്ത് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ എക്സ്പെരിമെന്റ്സും സക്സസ്ഫുൾ ആയിരുന്നു. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദി സക്സസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ ഇംഗ്ലണ്ട്? ഈ കോപ്പറേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് അന്നത്തെ മെക്കനൈസേഷൻ വന്നത്, ഫാക്ടറിയിലുണ്ടായിരുന്ന പ്രോബ്ലംസ്, അതുപോലെ തന്നെ പുതിയ മെഷീനറീസ് ഒക്കെ വന്നതിന്റെ ഫലമായിട്ട് വീവേഴ്സിനൊക്കെ ജോലി ഇല്ലാണ്ടായി. അങ്ങനെ അവരുടെ ഇക്കോണമിക് കണ്ടീഷൻസ് വളരെ പാത്തറ്റിക് ആയി, വളരെ പുവർ കണ്ടീഷൻസ് ആയിട്ട് മാറി. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അഗ്രികൾച്ചർ ആകതായി, അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലംസ് വന്നു, അണ്ടർ എംപ്ലോയ്മെന്റ് പ്രോബ്ലംസ് വന്നു, ലോ ഫാമിലി ഇൻകം ആയി, അങ്ങനെ ആകെ സൊസൈറ്റിയിൽ ഇങ്ങനെ പ്രോബ്ലംസ് ആയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള ആ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ആവശ്യമായിട്ടുള്ള കൺസ്യൂമർ ആർട്ടിക്കിൾസ് ലോ റേറ്റിൽ അവർക്ക് കൊടുക്കാം, എങ്ങനെയെങ്കിലും അവർക്ക് ജീവിച്ചു പോകാന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് റോക്ക്ഡെയിൽ പൈനിയേഴ്സ് ഇക്വിറ്റബിൾ സൊസൈറ്റി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇംഗ്ലണ്ടിന്റെ പല ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഡെവലപ്പ് ചെയ്തപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സാധിച്ചു. സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, മിഡിൽ മാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടിയും വില കുറച്ച് വിൽക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ കൺസ്യൂമർ സ്റ്റോഴ്സ് അവരുടെ നല്ല ഇതിലായി, കുറേ ഫോളോവേഴ്സ് ഉണ്ടായി. കൺസ്യൂമർ മൂവ്മെന്റ് പ്രൂവ്ഡ് ആൻ ഇഫക്റ്റീവ് വെപ്പൺ ഫോർ സോഷ്യൽ റിനോവേഷൻ. അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കൺസ്യൂമർ മൂവ്മെന്റിന് സാധിച്ചു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്തിന്റെ കാരണങ്ങളായിട്ട് വന്നിട്ടുള്ളത്, ഇംഗ്ലണ്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സക്സസ്ഫുൾ ആകാനായിട്ടുള്ള കാരണങ്ങൾ. ഒന്നും കൂടി അത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആയിട്ടുള്ളത്, ആസ് ദി കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് were able to eliminate the middleman, the consumers get goods at lower rates so that the cost of living of the people was reduced. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട്, സ്വന്തമായിട്ട് ഗുഡ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്തതിന്റെ ഫലമായിട്ട് മിഡിൽ മാൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിച്ചു, ലോവർ ലെവലിൽ ഗുഡ്സ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. രണ്ടാമത്തത്, അവരുടെ മെമ്പേഴ്സിൽ മിക്കവരും ഡെയിലി വേജ് ഏർണേഴ്സ് ആയിരുന്നു. അവർക്ക് അവരുടെ വീട്ടിലുള്ളവർക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്, കൺസ്യൂമർ സൊസൈറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ പറ്റിയില്ല. അതുപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ് ആണ് സപ്ലൈ ചെയ്തിരുന്നത്. അവര് സ്വന്തമായിട്ട് ഫാക്ടറീസിൽ സ്വന്തമായിട്ട് ഗുഡ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്തതിന്റെ ഫലമായിട്ട് കോസ്റ്റ് വളരെ ലോ ആയിട്ട് അവർക്ക് ഫിക്സ് ചെയ്യാനായിട്ടും, പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ടും സാധിച്ചു. നല്ല കണ്ടീഷൻസ് ഓഫ് വർക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു. മെജോറിറ്റി പ്രൈവറ്റ് കൺസേണിലായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻസും അവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ടേംസ് ആയിരുന്നു. Consumers cooperatives provided a much material assistance to organized labor unions in their struggle for better conditions. Consumer cooperatives നല്ല അസിസ്റ്റൻസ് ഒക്കെ ലേബർ യൂണിയൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്നതും അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഡെമോക്രാറ്റിക് ബേസിൽ ആയിരുന്നു. കമ്പൈൻഡ് സേവിംഗ് ബാങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്ടേജ് ഓഫ് ഫണ്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ട് മാറി. മെമ്പേഴ്സ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദി വോൾ കമ്മ്യൂണിറ്റി. വോൾ കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൾട്ടിവേറ്റ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് കൾട്ടിവേറ്റ് ചെയ്തു. ബൈ ഇമ്പാർട്ടിംഗ് എഡ്യൂക്കേഷൻ
എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതിനു വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സ്കൂൾസ്, കോളേജസ്, ലൈബ്രറീസ്, ലെക്ചേഴ്സ്, ക്ലാസസ് ഇതൊക്കെ ഉണ്ടാക്കി ജനങ്ങൾക്ക് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എന്താണെന്നും അതിനിടെ അത് ബേസിക് ആയിട്ട് വരാനായിട്ടും ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ കൂട്ടായ്മ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നു. വിമൻ ഫോൾക്ക് ഹൂ മേക്ക് പർച്ചേസസ് ഫോർ ഹോം ആസ് ദേ ആർ മോർ ഫെമിലിയർ വിത്ത് ദാൻ മെൻ ഇൻ ദ പ്രൈസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ പ്രൈസും ക്വാളിറ്റി ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ മേനേക്കാളും വളരെയധികം മുന്നിലായിരുന്നു വുമൺ. അതായത് അവരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയി. ആഫ്റ്റർ ഓൾ ദർ വാസ് എ ഗുഡ് ലീഡർഷിപ്പ് ആൻഡ് വിഷൻ ആൻഡ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി സ്റ്റോർ. ആഫ്റ്റർ ഓൾ നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, നല്ല എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഫലമായിട്ട് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിച്ചു. ദീസ് ആർ ദ റീസൺസ് ഫോർ സക്സസ്ഫുൾ ഓഫ് എ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഏരിയ ഒക്കെ. ഇനി നമുക്ക് ഇംഗ്ലണ്ടിലത്തെ ഏരിയ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ജർമ്മനിയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.